ഡ്യൂപ്ലിക്കേറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്, വ്യാജന്മാരും. പക്ഷേ നമ്മുടെ രാജ്യത്തൊക്കെ സ്ഥാനപതിമാരുണ്ടല്ലോ, വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാർ, ഡിപ്ലോമാറ്റുകൾ, അവരുടെ കാര്യത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു സംഭവം വന്നു. അതായത് ഒരു വർഷമായിട്ട് ഇന്ത്യയിലുടനീളം ഒമാൻ്റെ ഹൈക്കമ്മീഷണർ എന്ന് പറഞ്ഞ ഒരാൾ നടക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ. ഈ ആള് പഴയ പല യൂണിവേഴ്സിറ്റികളിലും വൈസ് ചാൻസലറായി റിട്ടയർ ചെയ്ത ആളാണ്. വലിയ പുള്ളിയാ. KS റാണ എന്നാണ് അയാളുടെ പേര്. ഡോക്ടർ പ്രൊഫസർ KS റാണ. ഒറിജിനലാണോ? അത് അയാൾ ഒറിജിനലാണ്. അയാൾ മറ്റേ വൈസ് ചാൻസലർ ആയിരുന്ന യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചപ്പോൾ സഹപ്രവർത്തകർ പറയുന്നുണ്ട് ശരിയാണ് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ആള് തന്നെയാണോ ഈ ആളെന്നറിയണ്ടേ? അത് കുറേയും കൂടി അന്വേഷണം വരാണ്ട്, ഇപ്പോൾ പിടിച്ചിട്ടേ ഉള്ളൂ. 66 വയസ്സായി. ഗാസിയാബാദിൽ ചൊവ്വാഴ്ച കത്ത് കിട്ടി പോലീസ് കമ്മീഷണർക്കും ജില്ലാ മജിസ്ട്രേറ്റിനും. കത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഈ സെക്രട്ടറി കത്തെഴുതിയിരിക്കുകയാണ്. ദേവേഷ് കുമാർ എന്ന് പറഞ്ഞ മറ്റേ സെക്രട്ടറി, ഹൈക്കമ്മീഷണറുടെ സെക്രട്ടറി, ഇയാളുടെ സെക്രട്ടറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇയാൾ. കത്തെഴുതിയിരിക്കുകയാണ്, ഇങ്ങനെ വരുന്നുണ്ട് ഒമാൻ്റെ ഹൈക്കമ്മീഷണർ അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടോക്കോൾ പിന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് അത്ര അസാധാരണമല്ല. നയതന്ത്ര പ്രതിനിധികൾക്ക് ഈ മറ്റേ സുരക്ഷാ സന്നാഹമൊക്കെ ഒരുക്കി കൊടുക്കാറൊക്കെ ഉണ്ട്. മുതിർന്ന നയതന്ത്രജ്ഞർക്ക് അത് വേണം. പക്ഷേ ഈ അജയ് കുമാർ മിശ്ര കമ്മീഷണർ, അദ്ദേഹത്തിന് ഈ കത്തിൽ ഒരു ഭാഗം കുഴപ്പമില്ലേ എന്ന് തോന്നി. അതെന്താണെന്ന് വെച്ചാൽ ഒമാൻ കോമൺവെൽത്തിലില്ല. കോമൺവെൽത്ത് രാജ്യങ്ങളിലാണല്ലോ ഹൈക്കമ്മീഷണർ. പഴയ ബ്രിട്ടീഷ് രാജ്യങ്ങൾ, ബ്രിട്ടൻ ഭരിച്ചിരുന്ന രാജ്യങ്ങളിലാണ് ഹൈക്കമ്മീഷണർമാരുള്ളത്. ബ്രിട്ടന്റെ കോളനികളായിരുന്ന സ്ഥലത്താണ് ഹൈക്കമ്മീഷണർ വരിക. അല്ലെങ്കിൽ അംബാസഡർ എന്ന് വേണം. അംബാസഡറും എംബസിയുമാണ്. അതെ, അതൊരു പ്രധാനപ്പെട്ട ആളുകൾക്ക് അറിയില്ല എന്താണ് കോമൺവെൽത്ത്, എന്താണ് ഹൈക്കമ്മീഷണർ എന്നുള്ള വ്യത്യാസം. ഈ എംബസി ഹൈക്കമ്മീഷൻ തമ്മിലുള്ള വ്യത്യാസം കുറേ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ബ്രിട്ടൻ ഭരിച്ചിരുന്ന പഴയ കോളനി രാജ്യങ്ങളിലൊക്കെ ഹൈക്കമ്മീഷനും ഹൈക്കമ്മീഷണറും, ബാക്കിയുള്ള രാജ്യങ്ങളിൽ അംബാസഡറും എംബസിയും. അതാണ് ഇത്. ഈ വൈസ് ചാൻസലറായിരുന്നു ഇയാൾക്ക് ഇത് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് അത്ഭുതകരം. ഇയാൾക്കായിരിക്കില്ല, കത്തെഴുതിയ സെക്രട്ടറിക്ക് അറിയില്ല. ചിലപ്പോൾ അങ്ങനെയും വരും. പക്ഷെ ഇയാൾ ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ പലയിടത്തും ഇത് ഇയാൾക്ക് ഒരു സുഖമാണിത്. അല്ല, ഇത് വായിച്ചപ്പോൾ കമ്മീഷണർക്ക് തോന്നിയല്ലേ? തോന്നി. വേറെയും കാരണമുണ്ട്. അപ്പോൾ ഒമാൻ കോമൺവെൽത്തിലില്ല, അവിടെ ഹൈക്കമ്മീഷണറില്ല. അപ്പോൾ കത്ത് എവിടെ നിന്ന് എങ്ങനെ വന്നാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോലീസ് ടീമിനെ ഏൽപ്പിച്ചു, ശരിക്കുള്ളതാണോ എന്ന്. അപ്പോൾ ഇയാൾ വന്നു കഴിഞ്ഞപ്പോൾ ആ ഗാസിയാബാദിൽ ആ ഇന്ന സ്ഥലത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു. കണ്ടു, അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത ശേഷം ഇയാളെ ചോദ്യം ചെയ്തു. അപ്പോൾ ഇയാൾ വ്യാജനാണെന്ന് ഇയാൾ സമ്മതിച്ചു. അറസ്റ്റ് ചെയ്തിട്ട് വ്യാജരേഖ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും, ലെറ്റർ പാഡും ഒക്കെ ഉണ്ടല്ലോ, ആൾമാറാട്ടം, ഈ വക കേസുകളിൽ ചുമത്തിയിട്ടുണ്ട് ഇയാളുടെ പേരിൽ. ഇയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ദേവകുമാർ എഴുതിയ കത്തിൽ റാണ, ഈ ഹൈക്കമ്മീഷണർ റാണ ഗാസിയാബാദിലെ കൗസുംബിയിൽ ഒരു പ്രധാന യോഗത്തിൽ സംബന്ധിക്കാനാണ് എത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൗസുംബിയിൽ പോയിട്ടാണ് ഇയാളുടെ വരവും കാത്ത് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇന്ന സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവിടെ ചെന്ന്. അപ്പോൾ സംവിധാനമൊക്കെ ശരിക്കും നിങ്ങൾ പറഞ്ഞ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് കൊടുത്തിരുന്നു. നിങ്ങൾ വരണം, ഞങ്ങളത് വേണ്ട പോലെയൊക്കെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് കത്തൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ ഡൽഹിയിൽ ലജ്പത് നഗറിലാണ് ഇയാൾ താമസിക്കുന്നത്, റാണ. ഇത് ഒറ്റയടിക്ക് തന്നെ ഇയാൾ ഫ്രോഡാണെന്ന് പോലീസിന് തോന്നാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ റാണ എന്ന് പറഞ്ഞൊരാൾ ഒമാൻ്റെ ഹൈക്കമ്മീഷണറായിട്ട് വരുമോ? നല്ല ഒന്നാം തരം ഇസ്ലാമിക പേരല്ലേ ഉണ്ടാവുക. അപ്പോൾ ഡൽഹിയിൽ ലജ്പത് നഗർ ആണ് താമസം. ഇയാൾ കുമയൂൺ സർവകലാശാല നൈനിറ്റാളിൽ 2018 മുതൽ 2020 വരെ വൈസ് ചാൻസലറായിരുന്നു. ഉത്തരാഖണ്ഡ് റെസിഡൻഷ്യൽ സർവകലാശാല അൽമോറ 2020-21 VC ആയിരുന്നു.
മേവാർ യൂണിവേഴ്സിറ്റി രാജസ്ഥാൻ 2021-22 VC ആയിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ജയ്പൂർ 2024 ഏതാനും മാസം മാത്രം VC ആയിരുന്നു. ഇയാൾ ഈ VC ആയിരുന്ന ചരിത്രം നമ്മൾ നോക്കിയാൽ തന്നെ ഇയാൾ കുഴപ്പം പിടിച്ച ആളാണെന്ന് യൂണിവേഴ്സിറ്റികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ കുറവല്ലേ? വളരെ കുറവാട്ട്. ഒരു കൊല്ലമൊക്കെ ഉള്ളൂ. അവസാനത്താണെങ്കിൽ ഏതാനും മാസം മാത്രമേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വൈസ് ചാൻസലറായിട്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടി അവിടെ ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റിക്കാരുടെ സല്യൂട്ട്, യൂണിവേഴ്സിറ്റി സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു രാജകീയ പദവി പോലെയാണ് VC-മാർ സഞ്ചരിക്കുന്നത്. അത് പുള്ളിക്ക് അങ്ങ് രസം പിടിച്ചു. ഈ റിട്ടയർമെൻറ്റ് ആയപ്പോഴത്തേക്കും ഇതേപോലെ നോക്കണമെന്ന് പറഞ്ഞാൽ ഒമാൻകാരൊന്നും തിരക്കാൻ പറ്റത്തില്ല, നാട്ടും പുറത്ത് ആര് വരാൻ. പുള്ളി ഒമാൻ്റെ ലെറ്റർ പാടൊക്കെ അടിച്ച് അങ്ങ് നടന്നു പോയി കാണും. എന്നാൽ പിന്നെ വൻവാട്ടുവിൻ്റെ ഹൈ കമ്മീഷണറിനോ മറ്റോ അടിക്കാറില്ലേ? ആർക്കും സംശയം വരത്തില്ല. സംശയം വരില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അവസാനം 2024 ഇയാൾ VC ആയിരിക്കെ തന്നെ ചിലപ്പോൾ ഹൈക്കമ്മീഷണറുമായിട്ടും ഭാവിച്ച് കാണും. VCക്ക് എല്ലാ ദിവസവും ഓഫീസിൽ പോകണമെന്നും നിർബന്ധമൊന്നുമില്ല. സുഖമുള്ളൊരു പണിയാണത്, വീട്ടിലിരുന്നാലും മതി. അപ്പോൾ കുമയൂണിലെ സഹപ്രവർത്തകരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇങ്ങനൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇയാൾ തന്നെയാണോ അറിയണേ? ചിത്രമൊക്കെ ഉണ്ടല്ലോ. 2024 ഓഗസ്റ്റ് മുതലാണ് ഇയാൾ ഹൈക്കമ്മീഷണറായി സ്വയം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞല്ലോ ഓഗസ്റ്റ് മുതൽ. അപ്പോൾ മധുരയിലും ഫരീദാബാദിലും ഇയാൾ പോലീസിനും മജിസ്ട്രേറ്റിനും എഴുതിയിട്ട് ഇയാൾക്ക് പ്രോട്ടോക്കോളും സുരക്ഷാ സന്നാഹവും ഒക്കെ കിട്ടി. പൈലറ്റ് അവിടെ ബുദ്ധിയുള്ള ഈ ഓഫീസർമാരുണ്ടായിരുന്നില്ല. അകമ്പടി എല്ലാം കിട്ടിയിരുന്നു. ഫെബ്രുവരി 22 ഡൽഹിയിലൊരു അവാർഡ് ചടങ്ങിലും ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. ഹൈക്കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒമാൻ എഴുതിയിട്ടുണ്ട് ഇങ്ങനൊരു വിദ്വാൻ നടന്നിരുന്നു. സർവകലാശാലകൾക്കും എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ മുൻ VC ഇപ്പം ഹൈക്കമ്മീഷണറാണ് എന്നുള്ള കാര്യം. പോലീസ് ഹൈക്കമ്മീഷണറായിട്ട് ഇപ്പോൾ സെല്ലിലാണ്. ഇയാള് ആഗ്രയിലെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്, എൻഡമോളജി ആൻഡ് ഫിഷറീസ് അതിൽ പ്രൊഫസറായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ പിന്നെ അപ്രൈസൽ അതോറിറ്റി, പരിസ്ഥിതി മന്ത്രാലയം, ബംഗളൂരുവിലൊരു NGOയിൽ 3rd കമ്മീഷണറായിരുന്നു 2024. അതുമൊക്കെ ചെറിയ ടേമേ ആയിരുന്നിരിക്കുള്ളൂ. ഇയാളുടെ രീതികൾ ശരിയല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഇയാളിപ്പോൾ പോലീസിനോട് പറഞ്ഞു ഇയാളൊരു നീല നമ്പർ പ്ലേറ്റ് കാറിൽ വെച്ചിരുന്നു. ഇയാളുടെ മെഴ്സിഡസ് കാറുണ്ട് ഇയാൾക്ക്, അതിൽ നീല നമ്പർ പ്ലേറ്റ്, ഡിപ്ലോമാറ്റിൻ്റെ. അതെ. പിന്നെ മെഴ്സിഡസ് GL 350 ആണ് ഇയാളുടെ വണ്ടി. ബ്ലൂ ബീക്കൺ വെച്ചിരുന്നു, ലൈറ്റ് വെച്ചിരുന്നു. പിന്നെ ഒമാൻ്റെ സ്റ്റിക്കർ പുറകിലെ വിൻഷീൽഡിൽ വെച്ചിരുന്നു. പിന്നെ ഒരു ചുമന്ന സ്റ്റിക്കർ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ്റെ, അത് മുമ്പിലെ വിൻഷീൽഡിൽ ഒട്ടിച്ചിരുന്നു സ്റ്റിക്കർ. ആ കാറ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉടനെ ഒന്നും കിട്ടില്ല അത്. പിന്നെ സാധാരണഗതിയിൽ വേറൊരു തെറ്റ് ഇയാൾക്ക് പറ്റിയിരുന്നു എന്ന് മറ്റേ പോലീസ് കമ്മീഷണർ പറയുന്നുണ്ട്. 2ാമത്തെ തെറ്റ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഈ ഡിപ്ലോമാറ്റ്സ് യാത്രാ പരിപാടി വിദേശ മന്ത്രാലയത്തിന് എഴുതും. അവിടെ നിന്നാണ് അറിയിപ്പ് വരേണ്ടത്. അപ്പം മുമ്പ് ഇയാൾക്ക് കിട്ടിയ സ്ഥലങ്ങളിൽ അതും ശ്രദ്ധിച്ചിട്ടില്ല. നേരിട്ട് ഇങ്ങനെ പറയാറില്ല, നേരിട്ട് കത്തും വരാറില്ല ഡിപ്ലോമാറ്റിൻ്റെ. അപ്പോൾ ഈ റിപ്പോർട്ട് വായിച്ച ശേഷം ഞാൻ ഇപ്പോൾ ഒമാൻ്റെ സ്ഥാനപതി ആരാണെന്ന് ഒമാൻ്റെ വെബ്സൈറ്റിൽ നോക്കി. ഇപ്പോൾ ഡൽഹിയിലെ ഒമാൻ്റെ സ്ഥാനപതി ഇസാ സാലെ അബ്ദുള്ള അൽ ഷിബാനി ആണ് ഇന്ത്യയിലെ സ്ഥാനപതി. ഇത് സ്ഥാനപതി ആരാണെന്ന് ഈ കത്ത് കിട്ടുന്ന ആളുകൾ നോക്കിയാലും മതി. ചിലപ്പോൾ ആ പോലീസുകാർ നോക്കിക്കാണത്തില്ല, വരുന്നു വലിയ ആളല്ലേ, ഡ്യൂട്ടി കോൺഷ്യസ് ആണ്. ഡ്യൂട്ടി കോൺഷ്യസ് ആണ്. ആ വരുന്നു, അവർ നമ്മൾ റെഡിയായി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതാണ് കാര്യം. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒമാനിലെ ഒറിജിനൽ സ്ഥാനപതിയുടെ ഒരു അവസ്ഥയെ ചിലപ്പോൾ ഒറിജിനൽ സ്ഥാനപതിയും ഇദ്ദേഹം പോയി കണ്ടിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്.
ഡിപ്ലോമാറ്റുകളുടെ ചടങ്ങിലൊക്കെ ഇയാൾ പങ്കെടുത്ത് കാണുമല്ലോ. അങ്ങനെ അല്ല, അത് പറ്റില്ല, അവിടെ എൻട്രി ഉണ്ടാവും. ഹൈക്കമ്മീഷണർ എന്ന് പറഞ്ഞിട്ടല്ല, ആ സമയത്ത് വന്വാത്തുവിന്റെ ഹൈക്കമ്മീഷണർ ആണെന്നോ മറ്റോ പറഞ്ഞു. വന്വാത്തിൽ ഒരാളോടെ കാണും. പക്ഷെ പല രാജ്യങ്ങൾക്കും അംബാസഡർ ഇല്ലാത്തവരുണ്ട്. അത് ഇനി അംബാസഡർമാരോ ഹൈക്കമ്മീഷണർമാരോ ആകാൻ ശ്രമിക്കുന്നവർ ചെയ്യേണ്ടത് ആദ്യമേ വെബ്സൈറ്റിൽ കയറുക, ഇന്ത്യയിൽ ഏതെല്ലാം രാജ്യങ്ങൾക്ക് എംബസി ഹൈക്കമ്മീഷൻസ് ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് അതില്ലാത്ത രാജ്യങ്ങൾ ഏതാണെന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ നടക്കുക. ഏതായാലും പോലീസുകാർ കിട്ടിയാൽ നല്ല സ്വീകരണം ഇടിയുടെ പൊടി പോലായിരിക്കും. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.